ഡിസംബർ 28 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഇൻഡസ്, വിശുദ്ധ ഡോംന, വിശുദ്ധ അഗാപ്പസ്, വിശുദ്ധ തെയോഫില, വിശുദ്ധ സെസാരിയൂസ്, വിശുദ്ധ കാസ്പർദാൽ ബുഫാലോ, വിശുദ്ധ റൊമുളുസ്, വിശുദ്ധ കൊനിന്ദ്രൂസ്, അതുപോലെ വിശുദ്ധരായ കുഞ്ഞു പൈതങ്ങൾ. ഇന്നേ ദിവസം വിശുദ്ധരാക്കപ്പെട്ട കുഞ്ഞു പൈതങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശു ജനിച്ച ഉടനെ അവിടത്തേക്കെതിരായി നീക്കങ്ങൾ തുടങ്ങി. യഹൂദന്മാർക്കൊരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് പൗരസ്ത്യശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഹെറോദോസ് മനസ്സിലാക്കി. അവർ ആ ശിശുവിനെ ആരാധിച്ച് മടങ്ങുമ്പോൾ തൻ്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് ഹെറോദോസ് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. അവർക്ക് സ്വർഗത്തിൽ നിന്ന് മറിച്ചൊരു സന്ദേശം ലഭിക്കുകയും അവർ ഹെറോദോസിനെ മടക്കയാത്രയിൽ സന്ദർശിക്കാതെ മടങ്ങുകയും ചെയ്തു. 3 ശാസ്ത്രജ്ഞന്മാരെ അഥവാ രാജാക്കന്മാരെ കാണാതായപ്പോൾ ഹെറോദോസ് അത്യധികം കുപിതനായി. ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച് സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബെത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും വധിപ്പിച്ചു. 22 പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതെന്ന് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ഈശോയെ പ്രതി മരിച്ച ഈ കുഞ്ഞു പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായിട്ട് തന്നെയാണ് കരുതുന്നത്. ഇന്ന് അവരുടെ ഓർമ്മ കൊണ്ടാടുന്നു. ഹെറോദോസിന്റെ സംഹാരഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കെയ്റോയിൽ താമസിക്കാനിടയായതും. ഹെറോദോസിന്റെ ക്രൂരമായ അതിമോഹം ഫലിച്ചില്ലെന്ന് മാത്രമല്ല, താമസിയാതെ തന്നെ ഹെറോദോസിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് സഹിച്ചു മരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കുഞ്ഞു പൈതങ്ങൾ ശൈശവത്തിൽ തന്നെ മരിക്കേണ്ടവരല്ലായിരുന്നു. മറ്റുള്ളവരുടെ സ്വാർത്ഥതയാണ് അവരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഇന്നും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വധിക്കപ്പെടുകയോ അനാഥരാക്കപ്പെടുകയോ ചൂഷണത്തിലൂടെ ബാല്യം അപഹരിക്കപ്പെടുകയോ ചെയ്യുന്ന നിഷ്കളങ്ക ശിശുക്കളുടെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മുഖം മറച്ചുകൊണ്ട് അല്ല ക്രൈസ്തവർ ആനന്ദം ആരംഭിക്കുന്നത്. മനുഷ്യജീവനെ ആശ്ലേഷിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ആഹ്വാനം സ്വീകരിക്കുമ്പോഴാണ് ക്രൈസ്തവാനന്ദം ജന്മം കൊള്ളുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം നമുക്കിന്ന് ധ്യാനിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. എൻ്റെ പ്രിയ ഉണ്ണീശോയെ, വേദനിക്കുന്ന കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കപ്പെടുന്ന ബാല്യങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയക്കണമേ. ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും നിത്യാശ്വാസം നൽകി സ്വർഗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കണമേ. എൻ്റെ നല്ലയിടനായ ഈശോയെ, കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് മാനസാന്തരമുണ്ടാക്കുവാനും അവർക്ക് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനുള്ള പ്രത്യേക മനസ്സ് നൽകുവാനും അനുഗ്രഹം ചെയ്യണമേ.